بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികമാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധയിൽ ഒരു വലിയ അമല് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാമത് അമലാണ്, എന്നാലും നമ്മളതിനങ്ങോട്ട് ഗൗനിക്കാറില്ല. പക്ഷെ അള്ളാഹു അതിന് വലിയ ഗൗരവം കൊടുത്തിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് ഒരുപോലെ ബാധകവുമാണ്. ഒരേ സമയം സ്ത്രീയും പുരുഷനും ആ അമലിൽ വ്യാപൃതരാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ഒരു ദിവസത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇത് തന്നെയാണ്. മറ്റൊന്നുമല്ല, തൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടി പുരുഷന്മാർ അധ്വാനിക്കുന്ന അധ്വാനങ്ങൾ മുഴുവനും അമലാണ്. പ്രിയപ്പെട്ട ഭർത്താവ് കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ വെച്ചും വേവിച്ചും വിളമ്പിയും കുടുംബത്തിലുള്ള മക്കളെ വളർത്തിയും അതുപോലെ തന്നെ അവരുടെ വസ്ത്രങ്ങൾ അലക്കിയും ഇങ്ങനെയെല്ലാം കുടുംബത്തിന്റെ പരിചാരണം ഏറ്റെടുത്തിരിക്കുന്ന സഹോദരിമാർ ആ ദിവസം ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾ മുഴുവനും അമലാണ്. ഇത് രണ്ടും അമലാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കുടുംബത്തിൽ ചെയ്തു കൂട്ടുന്ന ഇത്തരം കാര്യങ്ങൾക്ക് ജിഹാദിന്റെ കൂലിയുണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷന്മാരാവട്ടെ ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയ സദഖ എന്ന പദവിയിലുള്ള കൂലിയുണ്ട് എന്ന അർത്ഥത്തിലും പറഞ്ഞിട്ടുണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, മനസ്സ് ആ ഭാഗത്ത് ഒരൽപ്പം ശ്രദ്ധയോടുകൂടെ താല്പര്യത്തോടുകൂടെ കൂലി കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അമല് എല്ലാ ദിവസവും നിർബന്ധമായി നമ്മൾ ചെയ്തു പോവാണ്. അപ്പൊ അതിന്റെ പ്രതിഫലത്തിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. യാദൃച്ഛികമായി അതിന് അല്ലാഹു പരിഗണന നൽകുന്നതിനേക്കാൾ അത് അമലാണ് എന്ന തോന്നലിൽ നമ്മുടെ ഉള്ളിൽ തട്ടി നമ്മൾ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക പരിഗണനയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് സംബന്ധമായിട്ടുള്ള ഒരല്പം വിശദാംശങ്ങളാണ് നമ്മുടെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സർവശക്തനായ അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമുഅയിൽ ജുമുഅ നിസ്കാരത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനം നടത്തുന്ന ആയത്തുകളിൽ വളരെ ശ്രദ്ധേയമായി തന്നെ ഈ വിഷയം പറയുന്നുണ്ട്. അള്ളാഹു കൽപ്പനാധ്വനിയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഗൗനിക്കാത്ത കാര്യം അള്ളാഹു ഗൗരവത്തോടുകൂടെ അതിനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാം. ആയത്തിലേക്ക് കടന്നു വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. സൂറത്തുൽ ജുമുഅ അധ്യായത്തിന്റെ പേര് അങ്ങനെയാണ്, സൂറത്തുൽ ജുമുഅ. വിഷയം പ്രതിപാദിക്കുന്നത് ജുമുഅയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ
ഓ സത്യവിശ്വാസികളായ ആണുങ്ങളെ, ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅ നിസ്കാരത്തിന്റെ പ്രഖ്യാപനമായി വെള്ളിയാഴ്ചയിലെ ബാങ്ക് വിളി കേട്ടുകഴിഞ്ഞാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, ശ്രദ്ധിക്കണേ, അല്ലാഹുവിന്റെ ദിക്റിലേക്ക്. ആ സ്ഥാനത്ത് പരിചയപ്പെടുത്തുന്നത്, ദിക്ർ എന്ന വാക്കുകൊണ്ട് പരിചയപ്പെടുത്തുന്നത് ജുമുഅ നിസ്കാരത്തെയാണ്. അല്ലാഹുവിന്റെ ദിക്റാകുന്ന ജുമുഅ നിസ്കാരത്തിലേക്ക്. ആയത്തിന്റെ ഈ ഭാഗത്ത് ജുമുഅ നിസ്കാരത്തെ അള്ളാന്റെ ദിക്ർ എന്ന് പറഞ്ഞത്. ഇനി അപ്പുറത്തും പറയുന്നുണ്ട് ദിക്റിന്. ജുമുഅ നിസ്കാരത്തിനുള്ള പ്രഖ്യാപനം വാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ ഫസ്ഔ, ആടിത്തൂങ്ങി നിൽക്കാതെ വേഗം നിങ്ങൾ ധൃതി വെച്ചോളണേ. എങ്ങോട്ട്? ഇലാ ദിക്രില്ലാ, ജുമുഅ നിസ്കാരം എന്ന അള്ളാന്റെ ദിക്റിലേക്ക് നിങ്ങൾ ധൃതി വെക്കണേ. വദറുൽ ബൈഅ, അതിന്റെ ഭാഗമായി നിലവിലെ കച്ചവടങ്ങൾ ഒഴിവാക്കണേ. കച്ചവടക്കാരാണെങ്കിൽ കച്ചവട ബിസിനസ്സുകൾ നിങ്ങൾ ഒഴിവാക്കണേ ആ നേരത്ത്. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, വിവരം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അതാണ് നിങ്ങൾക്ക് ഖൈർ എന്ന്. ജുമുഅ നിസ്കാരത്തിന്റെ മുമ്പ് ഇവിടെ രണ്ട് കാര്യം പറഞ്ഞത്. ഒന്ന് ധൃതി വെക്കണേ, രണ്ട് കച്ചവട കാര്യങ്ങൾ നിർത്തി വെക്കണേ. രണ്ട് കാര്യം പറഞ്ഞത്. ജുമുഅ നിസ്കാരത്തെ അവതരിപ്പിച്ചത് അള്ളാന്റെ ദിക്ർ എന്ന പ്രയോഗത്തിലൂടെ. ഇനി അടുത്ത ആയത്ത് കേട്ടോളൂ. ഫഇദാ ഖുളിയത്തിസ് സ്വലാത്തു, ജുമുഅ നിസ്കാരത്തിന്റെ കാര്യങ്ങൾ അവസാനിച്ചു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. എന്നാൽ ഫന്തശിറൂ ഫിൽ അർള്, നിസ്കാര ശേഷം ഭൂമിയിൽ നിങ്ങൾ വ്യാപിച്ചോളണേ. എവിടേക്ക് പോവാൻ, എവിടെയൊക്കെ ദൂരേക്ക് പോവാനുണ്ട് ആ പോകൽ ഉൾപ്പെടെയുള്ള വ്യാപിച്ച് നിങ്ങൾ നല്ല പരിശ്രമത്തിൽ തന്നെ വ്യാപിക്കണേ. എന്തിനു വേണ്ടിയിട്ടാ? ടൂർ പോവാന് അല്ല. വബ്തഗൂ മിൻ ഫളില്ലാ, കുടുംബം പുലർത്താനുള്ളതായ ജോലിക്കും പണിക്കുമായി നിങ്ങൾ വ്യാപിച്ചോളണേ. ശക്തമായി വ്യാപിക്കണം, തേടി നടക്കണം. ജുമുഅ കഴിഞ്ഞിട്ട് രണ്ട് കാര്യം ഇവിടെ പറഞ്ഞു. ഒന്ന് വ്യാപിക്കണം, രണ്ട് കുടുംബം പുലർത്താനുള്ളത് തേടണം. മൂന്നാമതൊന്നും കൂടി പറഞ്ഞു, വദ്കുറുല്ലാഹ, അല്ലാഹുവിന്റെ ദിക്റായി ഇതിനൊക്കെ മനസ്സിലാക്കണേ. ജുമുഅ നിസ്കാരത്തിന് മുമ്പ് രണ്ട് കൽപ്പനയും ജുമുഅ നിസ്കാര ശേഷം 3 കൽപ്പനയും ഉള്ളത്. 3 കൽപ്പന വന്നിരിക്കുന്നത് കുടുംബം പുലർത്തുന്നതുമായി ബന്ധപ്പെട്ടത് അമലാക്കാനുള്ള ശ്രമത്തിനാണ്. 2 കൽപ്പന പറഞ്ഞുള്ളൂ ജുമുഅ നിസ്കരിക്കാനുള്ള ശ്രമത്തിന്. കുടുംബം പുലർത്താനുള്ള ശ്രമത്തിന് 3 കൽപ്പന പറഞ്ഞു. ജുമുഅ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് ഇലാ ദിക്രില്ലാ എന്നാണ്, അള്ളാന്റെ ദിക്ർ എന്നാ പറഞ്ഞത്. ജുമുഅ നിസ്കാര ശേഷമുള്ള കുടുംബം പുലർത്താനുള്ള ജോലിക്കും പണിക്കും പോകാനുള്ളതിനെയും പറഞ്ഞത് വദ്കുറുല്ലാ, അള്ളാന്റെ ദിക്ർ എന്ന് അതും പറഞ്ഞത്. അപ്പൊ എവിടെയാണ് കുടുംബം പുലർത്താൻ വേണ്ടി ഒരാളുടെ അധ്വാനത്തെ ഇസ്ലാം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? 5 വഖത്ത് നിസ്കാരങ്ങളെ പോലെ അല്ലല്ലോ വെള്ളിയാഴ്ചയിലെ ജുമുഅ. കുറച്ചും കൂടി പ്രാധാന്യത്തോടെ അതിനുവേണ്ടി പ്രത്യേകം തന്നെ സുന്നത്തുകളുണ്ട്. വ്യാഴം അസ്ർ കഴിഞ്ഞ് തുടങ്ങും വെള്ളിയാഴ്ചയിലെ ജുമുഅയുടെ സുന്നത്തുകൾ. ആ 2 റക്അത്തിന് വേണ്ടിയിട്ട് അതിനോടനുബന്ധമായി എത്രയെത്ര സുന്നത്തുകൾ, എത്രയെത്ര ഒരുക്കങ്ങൾ. ഇമാം ഗസാലിയുടെ ഇഹ്യായിൽ പേജുകളാണ് ജുമുഅയുടെ മുന്നൊരുക്കങ്ങൾ പറയുന്നത്. അത്രയും വലിയ നിസ്കാരത്തോട് താരതമ്യം ചെയ്ത് അതുപോലെ ഒരു അമലായി തന്നെ ഖുർആൻ കുടുംബം പുലർത്താനുള്ള ജോലി പണി അതിനെ ഉപമിച്ച പോലെയാ ഈ ആയത്തുകൾ. കുടുംബം പുലർത്താൻ വേണ്ടി ഒരാൾ ഇറങ്ങിത്തിരിക്ക എന്നതിന് ദിക്ർ എന്ന പരിഗണന, ജുമുഅ നിസ്കാരത്തിന് ദിക്ർ എന്ന പരിഗണന കൊടുത്ത പോലെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹനെ ഓർക്കൽ. അപ്പൊ ഒരാളുടെ ജോലി കൊണ്ട് അള്ളാഹുവിന്റെ സ്മരണയിലെത്താൻ കഴിയണം. എങ്ങനെ അള്ളാഹിന്റെ സ്മരണയിലെത്താൻ കഴിയാം? പടച്ചോനെ, ഞാൻ ഈ പോണത് എന്റെ കുടുംബത്തിനെ പുലർത്താൻ വേണ്ടിയാണ്, എന്റെ കുടുംബത്തിന്റെ അഭിമാനത്തിന് വേണ്ടിയാണ്. എനിക്കിതിൽ ബർക്കത്ത് വേണമല്ല. സുബഹി നിസ്കരിച്ചങ്ങോട്ട് പോയാൽ തിരിച്ചു വരണവരവൻ ജിഹാദിലാണ്, അവൻ ഇബാദത്തിലാണ്. സുബഹിക്ക് എഴുന്നേറ്റ് വരുന്ന സഹോദരി മനസ്സിലങ്ങോട്ട് കരുതണം, അള്ളാഹു എന്റെ വീടും കുടുംബവും ഞാൻ നോക്കണം, മുറ്റടിക്കണം. ഈ വീടിന് വേണ്ടിയിട്ടുള്ള അധ്വാനം. രാത്രി കിടക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയം വരെ അവൾ പാത്രം കഴുകലും കാര്യങ്ങളുമായി തിരക്കാണ്. അള്ളാഹ്, ഞാൻ ഇത് ചെയ്യുന്നത് ഒരു അമലാവണം, മനസ്സിലങ്ങോട്ട് കരുതിയാൽ മതി. നല്ല കാര്യമാണല്ലോ ചെയ്യുന്നതൊക്കെ. ഇതിന് ജിഹാദിന്റെ കൂലിയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് വന്നുകൊണ്ട് ചോദിച്ചല്ലോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആണുങ്ങൾക്ക് ഒരുപാട് അമലുകളുണ്ട്, അവർക്ക് രണാങ്കണത്തിൽ പോയി പടപൊരുതി ഷഹീദായാൽ ഷഹീദിന്റെ പദവി സ്വർഗത്തിൽ
സ്വർഗത്തിൽ അനുഗ്രഹീതമായ അകത്തളത്തിൽ ഒരുപാട് കാര്യങ്ങൾ, നേട്ടങ്ങൾ. അവർ ജിഹാദിന് പോകുന്നു. അവർക്ക് മറ്റു പലതും, പെണ്ണുങ്ങൾക്ക് കഴിയാത്ത പലതും. ആണുങ്ങൾക്ക് ജമാഅത്ത് നിസ്കാരത്തിനായി പള്ളിയിൽ പോകാൻ കഴിയുന്നു, പെണ്ണിനതൊന്നും പറ്റുന്നില്ല. ഞങ്ങൾ ഈ അടുപ്പിന്റെ ചുവട്ടിലെ ആ ചൂടും കരിയും പുരണ്ട ജീവിതം വെച്ചും വേവിച്ചും വിളമ്പിയും കഴിയുന്നു. ഞങ്ങൾക്ക് ഇതിനപ്പുറത്തേക്ക് ഒരു ലോകം വേണം നബിയെ, ഇതിനപ്പുറത്തേക്ക് ഒരു പ്രതിഫലത്തിന്റെ ഒരു വലിയ പ്രവാഹം വേണമെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിലവിൽ ചെയ്യുന്ന കുടുംബം പുലർത്താൻ നിങ്ങൾ ചെയ്യുന്ന ഈ വീടും പരിസരവും നന്നാക്കലും കുടുംബം നന്നാക്കി പരിചരിച്ചു കൊണ്ടുപോകലും, അതിനാണ് ഏറ്റവും വലിയ ജിഹാദിന്റെ പ്രതിഫലമെന്ന്. ഇവിടെ നിന്ന് മോളെ നീ തിരിച്ചു പോകുമ്പോൾ നിന്റെ കൺമുന്നിൽ കാണുന്ന എല്ലാ പെണ്ണിനോടും പ്രത്യേകം പറയണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരോടും, നീ കാണുന്ന എല്ലാവരോടും ഇതങ്ങോട്ട് പറഞ്ഞേക്കുന്ന പറഞ്ഞത്. നീ മനസ്സിലാക്കുന്നല്ല പറഞ്ഞു, നീ കാണുന്ന എല്ലാ പെണ്ണുങ്ങളോടും പറഞ്ഞേക്കുന്ന പറഞ്ഞു. അപ്പൊ അത്രയും വലിയൊരു കാര്യം. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സിലൊരു തോന്നൽ വേണം. തോന്നൽ 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും, 3ന്റെ തോന്നലൊക്കെ പോവും. അത് പറ്റൂല. അതൊരു അമലാണെന്ന് തോന്നൽ. ആ തോന്നലിനാ നെയ്യത്ത് എന്ന് പറയാം. നെയ്യത്തുണ്ടെങ്കിൽ അമല് അള്ളാഹു കബൂലാക്കൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആണുങ്ങളെ വീട്ടിൽ നിന്നും പോകുന്നവരാണ്, ജോലിക്ക് പോകുന്നവരാണ്. എന്നാൽ 5 സൂറത്ത് ഓതിയിട്ട് പോണം. എന്നാൽ കൈ നിറയെ സമ്പാദിക്കാന്നാണ്. 5 സൂറത്ത് മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു. 5 സൂറത്ത് ഓതിയിട്ട് വേണം വീട്ടിൽ നിന്ന് ആണുങ്ങൾ ജോലിക്ക് പോകാൻ. തിരിച്ചു വരുമ്പോ ആ ജോലി ബറക്കത്തായിരിക്കും. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളായിരിക്കും, ഒരു പലചരക്ക് കച്ചവടം നടത്തുന്നവനായിരിക്കും. എന്തെങ്കിലും ഒരു തൊഴിലുണ്ട് എങ്കിൽ അതിൽ ബറക്കത്ത് കൂടുതൽ ഉണ്ടാവാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ആണുങ്ങൾ 5 സൂറത്ത് ഓതിയിട്ട് വേണം പോകാൻ. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. അതിൽ 4 ഖുൽ വെച്ചാ തുടങ്ങുന്നത്. ഒന്ന് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. 4 5ാമത്തെ സൂറത്ത് ഇദാ ജാ നസ്റുല്ലാഹിയാണ്. അതാ ഓർഡറിൽ അങ്ങ് ഓതിയാൽ മതി. ഈ 5 സൂറത്ത് ഓതിയിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോ കൈ നിറച്ച് സമ്പാദിക്കാം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിഹാദിനാ പോയതേ. ജിഹാദിന് പോയവർക്ക് അള്ളാഹു കൊടുക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ജോലിക്ക് പോകുന്നവനെ അള്ളാഹുവിന്റെ ദീൻ വല്ലാതെ പരിഗണിച്ചിട്ടുണ്ട്. ജോലിക്ക് പോകണം. തൊലബു കസ്ബിൽ ഹലാൽ ഫരീദത്തുൻ ബഅദ ഫരീദ. തൊലബുൽ കസ്ബിൽ ഹലാൽ, ഹലാലായ തൊഴിൽ തേടുക എന്നത് നിസ്കാരവും നോമ്പും പോലെ തന്നെ ഫർദായ അമലാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അമൽ എന്നല്ല ഫർദായ കാര്യം, ഹലാലായ തൊഴിൽ തേടാ എന്ന്. അത്രത്തോളം ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ ഇടപെടൽ നോക്കിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസയിൽ ലൈലി വനിസ്ഫഹു വസുലുസഹു വതായിഫത്തും മിനൽ ലദീന മഅക والله يقدر الليل والنهار علم أن لم تحصوه فتاب عليكم فقرؤوا ما تيسر من القرآن علم أن سيكون منكم مرضى وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله فقرؤوا ما تيسر منه وأقيموا الصلاة وآتوا الزكاة وأقرضوا الله قرضا حسنا وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا واستغفروا الله إن الله غفور رحيم. സൂറത്തുൽ മുസമ്മിലിന്റെ അവസാനത്തെ ആയത്ത് എന്താ ആയത്തിൽ പറഞ്ഞത്? ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ. സുബ്ഹി നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നവർ ചെറിയ സൂറത്ത് ഓതണേ. എന്തുകൊണ്ട്? സുബ്ഹി നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നവർക്ക് പോലും നിയന്ത്രണം കൊടുത്തു ഖുർആൻ. സുബ്ഹിക്ക് ഇമാമത്ത് നിൽക്കുന്നവർ ചെറിയ സൂറത്ത് ഓതണേ. എന്തുകൊണ്ട്? അലിമാ സയകൂനു മിൻകും മർളാ. ഒരു പക്ഷേ സുബഹി നിസ്കരിക്കാൻ വേണ്ടി വന്നവരിൽ രോഗികളുണ്ടാകും, അള്ളാഹുവിനറിയാമത്. അത് കഴിഞ്ഞിട്ട് ഈ നിസ്കാരം കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്നവരും ഉണ്ടാകാം, അതും അള്ളാഹുവിനറിയാം. ജോലിക്ക് പോകുന്നവർക്ക് വേണ്ടി
നിസ്കാരത്തിന്റെ ദൈർഘ്യത പോലും നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു ഖുർആൻ. സുബഹി കഴിഞ്ഞിട്ട് ആദ്യത്തെ ബസ്സിന് പോവേണ്ടവരാണ് എങ്കിൽ ഈ ജമാഅത്തിന് പങ്കെടുത്തതിന്റെ പേരിൽ അവർക്ക് ആ ബസ് നഷ്ടപ്പെട്ടുകൂടാ. ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ അലിമ സയകൂനു മിൻകും മർദാ വആഖറൂന യദ്രിബൂന ഫിൽ അർളി യബ്തഗൂന മിൻ ഫദ്ലില്ലാഹ് വആഖറൂന യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫഖറഊ മാ തയസ്സറ മിൻ. സുദീർഘമായ ആയത്ത്. സുബഹി നിസ്കാരത്തിന്റെ അത് വലിയ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സുഹൃത്തോതിൽ മൊയിലാരുടെ ശമ്പളം കെട്ടി വലിയ സുഹൃത്തോതിൽ നിർബന്ധ അങ്ങനൊന്നുമില്ല. പറ്റില്ല ഓതണ്ട, അത്രേ ഉള്ളൂ. പറ്റാണി ഓതാം. പിന്നെ സുബഹിക്ക് ജോലിക്ക് പോകുന്നവരൊക്കെ പള്ളിയിലുണ്ടെന്നൊരു ബോധം ഉണ്ടെങ്കിലാണ് അങ്ങനെ. ജോലിക്ക് പോകുന്നവരൊക്കെ നിസ്കാരം ബാധിക്കുമെന്നുള്ളടത്താണ് ഈ പ്രശ്നം. ജോലിക്ക് പോകുന്നവരൊന്നും ഇപ്പൊ ഇതിൻ്റെ അകത്തില്ല. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഓടേണ്ടവരൊന്നുമില്ല. പിന്നെ അങ്ങനെ നിസ്കാരം നീണ്ടുപോയാലും പ്രശ്നമല്ല എന്നൊരു സ്റ്റേജാണ് വലിയ സുഹൃത്ത്, അതാ കുഴപ്പമില്ല. അപ്പൊ അവിടെ വരെ നിയന്ത്രണം വെച്ചു. കാരണം ഇതൊരു വലിയ മഹത്തായ അമലാണ്. ഒരിക്കൽ ഹബീബായ നബിയുടെ സ്വഹാബികൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. അപ്പോഴുണ്ട് ആ സ്ഥലത്തേക്ക് വേറെ ഒരു സ്വഹാബി കടന്നു വന്നു. എല്ലാവർക്കും വലിയ പരിചയമൊന്നുമില്ല അദ്ദേഹത്തെ. സ്വഹാബിയാണ്. അദ്ദേഹം കടന്നു വന്നപ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പുഷ്ടി, നല്ല ആരോഗ്യം, നല്ല ശരീരം, അദ്ദേഹത്തിന്റെ നല്ല ഭംഗിയുള്ള ശരീരം, നല്ല ഉയരം, നല്ല ആകാര വടിവ്, ഇതെല്ലാം കണ്ട സ്വഹാബത്തിന് അത്ഭുതം തോന്നി. ഫഅഅജബഹും ശബാബുഹു വഖുവതുഹു. വന്ന സ്വഹാബിയുടെ ശരീരത്തിന്റെ വടിവും മികവും കായികമായ യോഗ്യതയും സ്വഹാബത്തിനെ അത്ഭുതപ്പെടുത്തി. ഫഖാലു, സ്വഹാബികൾ പരസ്പരം പറയാൻ തുടങ്ങി, ലൗ അന്ന ഹാദാ ജഅല ശബാബഹു വഖുവതഹു ഫീ സബീലില്ലാഹ്. ഈ വന്ന സഹോദരൻ ഒരു യുദ്ധത്തിനെങ്ങാനും നമ്മുടെ കൂടെ വരാണെങ്കിൽ, നല്ല മെയ്വഴക്കം, നല്ല ഉയരം, ശത്രുവിനെ കീഴടക്കാൻ ഇതുപോലത്തെ ഒരു 10 ആള് മതി, നല്ല യൗവനം, നല്ല ആരോഗ്യം, ഇദ്ദേഹം യുദ്ധത്തിന് വന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇനി ഒരു യുദ്ധം വരുമ്പോൾ അദ്ദേഹത്തെയും കൂട്ടാമായിരുന്നു. യുദ്ധം വിജയിക്കും ഇതുപോലത്തെ 10 ആളുണ്ടായാൽ അത് മതിയല്ലോ. ഹബീബായ നബി തങ്ങൾ സ്വഹാബികൾ പിറുപിറുക്കുന്ന ഈ ശബ്ദം കേട്ടുകൊണ്ടാ കടന്നു വന്നത്. അവിടുന്ന് ചോദിച്ചു, അവമാ ഫീ സബീലില്ലാഹി ഇല്ലാ കുല്ലു മൻ ഖാതല വഗസാ. ശരീരത്തിന്റെ വടിവും മികവും വെച്ചുകൊണ്ട് കായികമായ കഴിവിൽ യുദ്ധത്തിന് പോയി അടർക്കളത്തിൽ പൊരുതുമ്പോൾ, ആയുധം വെച്ച് പോരാടുമ്പോൾ മാത്രമാണോ യുദ്ധമെന്ന് നിങ്ങൾ വിലയിരുത്താ സ്വഹാബ? അങ്ങനെ സാക്ഷാൽ യുദ്ധത്തിന് പോവേണ്ട, യുദ്ധമെന്ന് വിലയിരുത്താൻ. മൻ സഅല നഫ്സിഹി ലിയുഇഫഹാ ഫഹുവ ഫീ സബീലില്ലാഹ്. ആരുടെ മുന്നിൽ എന്റെ ഇല്ലായ്മ പറയാൻ പറ്റൂല. ഞാൻ ജോലിക്ക് പോയാൽ 10 രൂപ എനിക്കുണ്ടാവും. എന്റെ അഭിമാനം എനിക്ക് ചെറുതാക്കാൻ പറ്റൂല. എല്ലാവരും 100, 150 അവിടെ പിരിവ് കൊടുക്കണോടത്ത് ഞാൻ പണിക്ക് പോയാൽ എനിക്കത് 250 കൊടുക്കാൻ പറ്റും. എന്റെ അഭിമാനം, എന്റെ തൊഴില്, എന്റെ വരുമാനത്തിലാ നിൽക്കുന്നത്. ഞാനൊരു യാചകന്റെ പോലെ ആവാൻ പറ്റൂല. ജോലിക്ക് പോയി പണം ഉണ്ടാക്കണം ഹലാലായ രീതിയിൽ. ആ നിയ്യത്തിൽ ജോലിക്ക് പോയ ഒരാള്, എന്റെ അഭിമാനം നിലനിർത്താൻ, എനിക്കൊരു മൂമിനായി ജീവിക്കാൻ ആരുടെ മുന്നിൽ കൈ നീട്ടാൻ പറ്റൂല, ആ നിയ്യത്തിൽ ജോലിക്ക് പോയ ഒരാളും, വമൻ സഅല വാലിദൈഹി ലിയുഇഫഹുമാ ഫഹുവ ഫീ സബീലില്ലാഹ്. വൃദ്ധരായ മാതാപിതാക്കൾക്ക് മരുന്ന് വാങ്ങാൻ പണം തികയൂല, ഞാൻ ഈ ചെയ്യുന്ന ജോലിയുടെ കൂടെ കൂടുതൽ വീണ്ടും അധ്വാനിക്കണം, അതിന്റെ പേരിലും ജോലിക്ക് എക്സ്ട്രാ പോയ ആളും, വമൻ സഅല ഇയാലിഹി ലിയുഇഫഹും ഫീ സബീലില്ലാഹ്. കുടുംബം പുലർത്താൻ 2 മക്കളെ സ്കൂളിൽ പറഞ്ഞയച്ച് പഠിപ്പിക്കാൻ എത്ര പണമാ വേണ്ടി വരുന്നത്? 10 മാസം അവരെ പഠിപ്പിക്കാൻ സ്കൂൾ കലാലയത്തിൽ കൊടുക്കുന്ന പണം അവരുടെ 1 വർഷത്തെ ഫീസ് വേണ്ട. തിന്നാനും കുടിക്കാനും ഉടുക്കാനും യാത്ര പോകാനും വേണ്ടി ആ മക്കൾക്ക് വേണ്ടി വാപ്പയും ഉമ്മയും 1 വർഷം ചെലവാക്കുന്ന പണം അത്രയും വേണ്ട.
അത്ര വലിയ ഫീസ് കൊടുത്ത് എന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം, അവരും നന്നാവണം, എന്റെ മക്കൾക്ക് നല്ല ഇൽമ് കിട്ടണം, നല്ല വസ്ത്രം അവരും ധരിക്കണം, സമൂഹത്തിൽ നന്നായി തന്നെ എന്റെ ഭാര്യ പോകണം, എന്റെ മക്കളും അങ്ങനെ പോകണം. അതിന് ഞാൻ ഈ അധ്വാനിക്കുന്നത് ഒന്ന് ശക്തമാക്കണം. കുടുംബം പുലർത്താൻ, കുടുംബത്തിന്റെ അഭിമാനത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ പോകുന്നവനും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാതാപിതാക്കളുടെ മരുന്ന് വാങ്ങാൻ പണം തികയാത്തതിന്റെ പേരിലും സ്വന്തം അഭിമാനം നിലനിർത്തുന്നതിന്റെ പേരിലും കുടുംബം പുലർത്താൻ പോകുന്നതിന്റെ പേരിലും തൊഴിലിന് ആരെല്ലാം ഇറങ്ങുന്നുവോ സ്വഹാബത്തെ ആകാര ഭംഗി കൊണ്ടും ശരീരത്തിന്റെ വടിവും മികവും കൊണ്ട് ഈ സ്വഹാബി സഹോദരൻ റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്ന പോലെ തന്നെ ഉള്ള കൂലി, കുടുംബം പുലർത്താൻ വേണ്ടി തൊഴിലിന് പോകുന്നവനും രണാങ്കണത്തിലെ ഷഹീദിന്റെ പദവി അല്ലെങ്കിൽ രണാങ്കണത്തിൽ പൊരുതുന്നവന്റെ പദവി അല്ലാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പൊങ്ങച്ചത്തിന് വേണ്ടി പോയാലല്ല, കിബറ് കാണിക്കാൻ വേണ്ടി ജോലിക്ക് പോയതല്ല. അങ്ങനെയുണ്ട് കിബറ് കാണിക്കാൻ വേണ്ടിയിട്ടൊരു പോക്ക്. ചില ഉദ്യോഗ തലങ്ങളിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ പിന്നെ അങ്ങനെയുണ്ട് ചില ആളുകൾ. എന്തെങ്കിലും നിഅമത്ത് വന്നാൽ പിന്നെ ഫിർഔനിനെയും കവയ്ക്കുന്ന ഗമയാ പൊന്നെ, നടക്കുന്ന കണ്ടാൽ തന്നെ പറയും ആരടാ ഇവനാണ് അബൂജഹൽ എന്ന് തോന്നും, മാറടാ. അങ്ങനെയുണ്ട് ചില ഉദ്യോഗസ്ഥർ. താഴെ എത്ര മനോഹരായിട്ട് പാടി. നിഅമത്ത് വന്നാ തോന്നും താൻ ഫറോവയാണ്. ഉദ്യോഗതലങ്ങളിലെ വിനയം നിർബന്ധ. കിബറിന് വേണ്ടിയിട്ട് പോകുന്ന ജോലിയെല്ലാം അഭിമാനത്തിന്റെ പ്രശ്നം. എത്ര വിയർക്കുന്നു, എത്ര വെയിൽ കൊള്ളുന്നു. ഞാൻ ഈ ആഴ്ചയിൽ ഇങ്ങ് പോരുമ്പോൾ ട്രാഫിക്കിൽ നിൽക്കുന്ന ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടു. നമ്മളെ AC-ലിരുന്ന് കാറിലിരുന്നൊക്കെ ഇങ്ങനെ പോകുമ്പോ ഈ ട്രാഫിക്കിൽ വലിയ ശമ്പളമൊക്കെ ഉണ്ടായിരിക്കും, എന്നാൽ ആ വെയിൽ കൊണ്ട് ആ സഹോദരൻ നിൽക്കാന്ന് പറഞ്ഞാൽ അടങ്ങിക്കല്ലോ. അദ്ദേഹം വെയിൽ ശ്രദ്ധിക്കണമെന്ന്. ഒരു വലിയ ജോലിയല്ലേ അത്. ഈ രീതിയിൽ നമ്മുടെ പരിസരങ്ങളിൽ എത്രയോ ആളുകൾ ഈ ലോഡിങ്ങിനൊക്കെ നിൽക്കുന്ന സഹോദരന്മാരൊക്കെ ആലോചിച്ച് നോക്കണേ. എന്തിനേറെ ഗൾഫിൽ ജോലി ചെയ്യുന്നവർ, AC-യുടെ വർക്കും അതൊക്കെ ആയിട്ട് പുറത്ത് ജോലി ചെയ്യുന്നവർ, എന്താണ് അവിടുത്തെ ചൂട്. അള്ളാഹു വലിയ പ്രതിഫലം അതിന് കൊടുത്തേ പറ്റൂ. അള്ളാഹു തരൂന്നാ പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, അഫ്ളലുദ് ദീനാർ ദീനാറു യുൻഫിഖുഹു റജുലു അലാ ഇയാലിഹി. പണം ചെലവാക്കാറുണ്ട് പലയിടങ്ങളിൽ. ഏറ്റവും കൂലിയുള്ളത് എപ്പോഴാണെന്നറിയോ? പൈസ ചെലവാക്കുമ്പോൾ ഏറ്റവും കൂലിയുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, ഏറ്റവും കൂലിയുള്ള ചെലവാക്കല് കുടുംബത്തിന് അരിയും ചുല്ലുവാനും വാങ്ങാൻ വേണ്ടി പലചരക്ക് കടയിൽ കൊടുക്കുന്ന നാണയത്തിനാണ് ഏറ്റവും വലിയ കൂലി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാം സ്ഥാനം വദീനാറു യുൻഫിഖുഹു റജുലു അലാ ദാബത്തിഹി ഫീ സബീലില്ലാഹ്. കൂലി കിട്ടുന്ന ഒരു യാത്ര പോകുന്നതിന്റെ പേരിൽ വാഹനത്തിന് വരുന്ന ചെലവിലേക്ക് വിനിയോഗിക്കുന്ന പണമാണ് രണ്ടാം സ്ഥാനമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിന്നെ പറഞ്ഞു, വദീനാറു യുൻഫിഖുഹു റജുലു യുൻഫിഖുഹു അലാ സ്വഹാബിഹി ഫീ സബീലില്ലാഹ്. തന്റെ കൂടെ ജീവിക്കുന്ന മറ്റ് പലരുടെയും വിഷമം കേൾക്കുമ്പോ അവിടെ നമ്മൾ സഹായിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന സഹായങ്ങളുണ്ടല്ലോ. ഒരു ചാരിറ്റിയുടെ പേരിലോ ഏതെങ്കിലും ഒരു രോഗിക്ക് വേണ്ടിയിട്ടോ ഒരു ആക്സിഡന്റ് കേസിന് പറയപ്പെട്ട ചികിത്സയുടെ പിരിവിലേക്കോ നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സാമ്പത്തിക സഹായത്തിന് വേണ്ടി ചെയ്യുന്ന നാണയങ്ങളാണ് മൂന്നാം സ്ഥാനത്തെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാര് പറയുന്നുണ്ട്. മഹാനായ അബൂ ഖിലാബ തങ്ങൾ പറയുന്നു, 3 തരത്തിലുള്ളതായ കൂലി പറഞ്ഞല്ലോ. ഒന്നാമത്തേത് കുടുംബത്തിന് അരിയും ചൊല്ലുവാനും വാങ്ങാൻ വേണ്ടി.
റസൂലുള്ളാഹി ഒന്നാം സ്ഥാനം അതിനാ കൊടുത്തത്. അവിടെ തന്നെ മനസ്സിലാക്കാം, ഒരു മനുഷ്യൻ തന്റെ ഏറ്റവും ചെറിയ കുടുംബത്തിന് വേണ്ടി ആ മനുഷ്യൻ അധ്വാനിക്കുന്നത് വഅയ്യു റജുലിൻ അഅ്ലമു അജ്റൻ മിൻ റജുലിൻ യസ്ആ അലാ ഇയാലിഹി സിഗാർ. ഒരു ചെറിയ കുടുംബം പുലർത്താൻ ഒരു ചെറിയ ചിലവ് മാത്രമേ ആ കുടുംബത്തിലുള്ളൂ. 1 രൂപയുടെ റേഷനരി വാങ്ങി കഴിയുന്ന കുടുംബമാണെങ്കിലും, മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് കഴിയുന്ന കുടുംബമാണെങ്കിലും, ഒരു ചെറിയ സാമ്പത്തിക ചെലവ് മാത്രമേ ആ കുടുംബത്തിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെലവ് ചെയ്യുന്നവന്റെ ആ ചെലവാക്കൽ പോലും വലിയ പ്രതിഫലം. ഒരു മനുഷ്യൻ ചെലവ് ചെയ്യുന്നതിലെ ഏറ്റവും വലിയ പ്രതിഫലം കുടുംബത്തിന് വേണ്ടി എത്ര ചെറുതാണേലും അത് തന്നെ നബി മുഹമ്മദ് മുസ്തഫ. പണം കൊടുത്ത് ചെലവാക്കാം, അല്ലാതെയും ചെലവാക്കാം. ഉദാഹരണം, ഒരു പൈനാപ്പിൾ ഉണ്ട് വീട്ടില്, അത്താഴം കഴിഞ്ഞു, അപ്പോഴുണ്ട് വാപ്പ ആ പൈനാപ്പിള് ഇങ്ങനെ മുറിച്ച് ആ തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞ് മുറിച്ച് പീസാക്കി മക്കളെയും ഭാര്യയും എല്ലാരും വിളിച്ചിരുത്തി പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് എല്ലാരും കഴിച്ചു. ഒരു ചെലവാക്കലാണിത്, ഒരു കൊടുക്കലാണിത്. പൈനാപ്പിൾന്ന് ഞാൻ ആണുങ്ങളുടെ പക്ഷത്തേക്ക് വെച്ചാൽ പെണ്ണുങ്ങളുടെ പക്ഷത്തേക്ക് നല്ല വരിക്കച്ചക്ക. അതിപ്പോ ആണുങ്ങളൊക്കെ പറ്റുന്നവരൊക്കെ തന്നെ, പക്ഷെ എന്നാലും ഒരു ചക്ക നന്നാക്കി ഒരുക്കി ആ മുറ്റമൊക്കെ ക്ലീൻ ചെയ്ത് ആ മടലും കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞ് ഇതൊക്കെ വരുമ്പോഴേക്കും ഒരു പെണ്ണ് ശരിക്കും ജിഹാദ് ചെയ്ത മാതിരിയാ വന്നത്. അതിനെ ആലോചിച്ച് നോക്കി. എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ മകരൂർ രണ്ടാമത് നിസ്കരിക്കേണ്ടി, കാരണം നിസ്കാരം കഴിഞ്ഞപ്പോഴേ വെളിഞ്ഞിരിക്കുന്നുണ്ട്, അത് പിന്നെ മണ്ണെണ്ണ വെച്ച് തോത്ത് വീണ്ടും പോകും. ഭയങ്കര ജിഹാദ്. അവർ ചക്ക നന്നാക്കരുത്. അങ്ങനെ തിരക്ക് പിടിച്ചിരിക്കുന്ന നേരത്തേക്ക് ചിലപ്പോൾ കൊഴുവ നന്നാക്കാൻ കൊണ്ടുവരും, അല്ലെങ്കിൽ നല്ല വയറ് കൂട്ടിയ ചാള കൂട്ടുന്നതിൻ്റെ എങ്ങനെ ഉണ്ടാവും. അതൊക്കെ ജിഹാദ് എന്ന് പറഞ്ഞ ഇതൊക്കെയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഈ വെച്ച് വിളമ്പി കൊടുക്കലുണ്ടല്ലോ, അത് ആണുങ്ങൾക്കും ചെയ്യാന്ന്. വിളമ്പി കൊടുക്കൽ ഹബീബായ നബി തങ്ങളെ അടുക്കളയിൽ സഹായിക്കുമായിരുന്നു. പാചകം മിക്കവാറൊക്കെ അറിയാം. വസ്ത്രം സ്വന്തമായി തുന്നുമായിരുന്നു, ചെരുപ്പ് തുടയ്ക്കുമായിരുന്നു, വസ്ത്രം സ്വന്തമായി കഴുകുമായിരുന്നു, വാങ്ക് വിളി കേട്ടാൽ അപ്പ ഓടുമായിരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി. ഇത് ഒരാളുടെ മാത്രമല്ലത്, എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ്. പിന്നെ അതിനൊരു സ്വാഭാവികതയുണ്ട്. സ്ത്രീകൾ അത് കൂടുതൽ ആ വിഷയത്തിൽ കൂടുതൽ കാലങ്ങളായി ഇറങ്ങി വരുന്നവരാണ്. എന്നാൽ ഗൾഫിൽ പോകുന്ന ആണുങ്ങളൊക്കെ അത്യാവശ്യം പാചകമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ചില വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ അടുക്കളയിൽ ആണുങ്ങൾ കയറുന്ന കുടുംബങ്ങളുണ്ട്. അങ്ങനെയുണ്ട്. നമുക്കൊക്കെ ഭക്ഷണം വരുന്ന ചില വീടുകളിൽ അത് അയക്കാടെ സ്പെഷ്യലായിരിക്കും. ഞാനാണത് വെച്ചതെന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ടാവാറ്. അങ്ങനെ ആണുങ്ങൾക്കും ഇതറിയാം, പെണ്ണുങ്ങൾക്കും അറിയാം. പെണ്ണുങ്ങൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. ആണുങ്ങൾ അടുക്കളയിലും കയറുന്നുണ്ട്, രണ്ടും ഉണ്ട്. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാവുന്ന ഒരു മനുഷ്യന് കഴിയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാം. അതിന് അടിസ്ഥാനപരമായി കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ പ്രസവം പെണ്ണ് തന്നെ പറ്റുള്ളൂ, അല്ലാതെ പറ്റൂല. അത് നമുക്ക് മാറ്റാൻ പറ്റും. വല്ല നിർവാഹം ഉണ്ടായിരുന്നെങ്കിൽ അതിന് വല്ല അപേക്ഷയും വെച്ചേനെ. അതൊന്നും നടക്കാത്തതുകൊണ്ടാണ്. എല്ലാം സമത്വമാണ് അവകാശപ്പെടുന്നതെങ്കിൽ സ്നേഹത്തിന്റെ പേരിൽ അതാവാം, കുഴപ്പമില്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലാണ് ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഇമാം തുബ്രാനിയുടെ മുഅ്ജമുൽ കബീറിലെ ഹദീസ് കാണാം, ഒരു മനുഷ്യൻ ഭാര്യക്ക് കുടിക്കാൻ ഭർത്താവ് വെള്ളം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യ വെള്ളം കുടിച്ച ഭർത്താവിന് സ്വതക്ക ചെയ്ത കൂടിയുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഒന്ന് പഠിച്ചു വെച്ചോ. ഇന്ന റജുല ഇദാ സഖംറഅതുൽ മാഅ ഉജ്റ. ഭാര്യക്ക് ഭർത്താവ് കുടിക്കാൻ വെള്ളം എടുത്തു കൊടുത്തു, ഭാര്യ ഇത് കുടിച്ചാൽ ആ ഭർത്താവിന് സ്വതക്കയുടെ കൂലി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് പറയുമ്പോൾ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുന്നുണ്ട്. മഹാനവറുകൾ പറയാണ്, ഫഖുംതു, ഞാൻ എണീറ്റു, ഇലൈഹ, വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക്. എന്നിട്ട് ഞാൻ അവിടെ ചെന്നു. ഫസഖൈതുഹാ മിനൽ മാഇ, ഭാര്യനെ വിളിച്ചോടെ ഇരുത്തി കുറച്ച് വെള്ളം എടുത്തു കൊടുത്തു. അപ്പൊ അവള് ചോദിച്ചോട്, എന്തപ്പ ഈ വെള്ളമൊക്കെ തന്നെ? ഞാൻ ചോദിച്ചില്ലല്ലോ, ഇരിക്കട്ടെ ഒരു സന്തോഷത്തിന്. പച്ചവെള്ളം എടുത്തു കൊടുക്കും, ഒരു നാരങ്ങ വീഞ്ഞിത്തിരി വെള്ളം അല്ലേ, ഒരു അവിടെ എവിടെയോ പോയി വരാം. അപ്പൊ ചോദിക്കാണ്, ഞാൻ വരാനായെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നോ? അറിയായിരുന്നു. എന്നിട്ട് എന്താ മനുഷ്യ ഒരു ജ്യൂസ് ഉണ്ടാക്കി വെക്കായിരുന്നു. നാളെ മുതൽ നീ വരുമ്പോ മാംഗോ ഫ്രൂട്ടിയുടെ കാശ് കയ്യിൽ വെച്ചോ, വരണവഴി കുടിച്ചിട്ട് പോന്നാ മതി. എനിക്കൊന്നും പറ്റൂല. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഭാര്യനെ പിടിച്ചിരുത്തി വെള്ളമൊക്കെ കുടിപ്പിച്ചല്ല കഴിഞ്ഞ ദാഹം ഒന്നും ഉണ്ടായില്ല. എന്തപ്പോ വെള്ളമൊക്കെ തന്നു, എന്താ പ്രശ്നം? അപ്പൊ പറഞ്ഞു, അഖ്ബർതുഹാ, ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ബിമാ സമിഅതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
റസൂലുള്ളാഹി പറഞ്ഞു, പെണ്ണെ, ഭർത്താവ് ഭാര്യക്ക് കുടിക്കാൻ വെള്ളം എടുത്തു കൊടുത്തതിന്റെ പേരിൽ ഭർത്താവിന് സ്വതക്കയുടെ കൂലി. ഒരു പെണ്ണിനപ്പോ എത്ര സ്വതക്കയുടെ കൂലിയാ ഒരു ദിവസം കിട്ടാ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇമാം തുബറാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിൽ ഈ ഹദീസ് പറയുന്നതായി കാണാം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇത് വലിയ മൂല്യമുള്ളതാണ്. ഇന്നമസ് സദഖത്തു അലാ ലഹരി ഗിനാ വൽ യദുൽ ഉൽയാ ഖൈറും മിൻ യദിസ് സുഫ്ലാ വബ്ദഅ ബിമൻ തഊൽ. നബി മുഹമ്മദ് മുസ്തഫ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പണം വേണമെന്നില്ല സദഖ ചെയ്യാൻ. കേട്ടോളൂ, മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ ഇന്നമസ് സദഖത്തു അൻ ലഹരിൽ ഗിനാ അൻ ലഹരി ഗിനാ. പണം വേണമെന്നില്ല സദഖ ചെയ്യാൻ. പുഞ്ചിരിച്ചോടത്ത് സദഖയുണ്ട്. ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ എവിടെയും സദഖ. ഓരോ ശരീരത്തിന്റെ ജോയന്റുകളും നന്മ ചെയ്യാൻ വളയുമ്പോഴും പുളയുമ്പോഴും സദഖ. നബി മുഹമ്മദ് മുസ്തഫ ശരീരത്തിന്റെ ഓരോ ജോയന്റുകളും ഒരു നന്മ ചെയ്യാൻ വേണ്ടി അതങ്ങ് വഴുതി വഴുതി വരുമ്പോൾ, വളയുമ്പോൾ പുളയുമ്പോ അപ്പോഴൊക്കെ സദഖയാ. ഇങ്ങനെ ഒരു സിസ്റ്റം കാരുണ്യവാനായ അള്ളാഹു വെച്ചത് എന്തിനാണെന്നറിയോ? അനങ്ങിയാലും മിണ്ടിയാലും ഒക്കെ അമലാക്കാൻ പറ്റും. അമലിനൊക്കെ അള്ളാഹു കൊടുക്കുന്നത് ഇരട്ടി എന്ന സംവിധാനത്തിലൂടെയാ അതിന്റെ കൂലി വരാ. പക്ഷേ തെറ്റുകൾക്ക് ചെയ്യുമ്പോൾ ആ ഒരു തെറ്റിന് ഒരു ശിക്ഷ, ഒരു തെറ്റെന്ന പരിഗണിക്കാം. നന്മ 7, 70, 700, 7000 അങ്ങനെ. നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യർക്കും, ഇദ്രീസ് നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യർക്കും, ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യർക്കും അലൈഹിമുസ്സലാത്തു വസ്സലാം നമ്മെ പോലെയല്ല അവർക്ക് അള്ളാഹു ആയുസ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. 600 വർഷമൊക്കെ തുടർച്ചയായി ഇബാദത്ത് ചെയ്ത മനുഷ്യനെ കണ്ട് ഈസ നബിയൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് വയസ്സ് ജീവിച്ചവന് എത്രയോ കോടിക്കണക്കിന് അമല് ചെയ്യാൻ പറ്റും. പക്ഷേ അവർക്കൊന്നുമില്ലാത്തത് ഈ സമൂഹത്തിന് കൊടുത്തത് ഇവിടെ വയസ്സ് കുറവാ. അതുകൊണ്ട് ചെറുത് ചെയ്താൽ വലുത് അള്ളാഹു കൂലിയാക്കും. ഇതിനൊക്കെ അപ്പുറത്തേക്ക് 84 വർഷം ഇബാദത്ത് ചെയ്ത കൂലി ഒന്നിച്ചു കൊടുക്കാൻ വേണ്ടി പരിശുദ്ധ റമളാനിൽ ഒരു രാത്രിയും കൊടുത്തു. അതിവിടെ മാത്രമേ ഉള്ളൂ. ഏതാണ് ആ രാത്രി? 1000 മാസത്തിന്റെ പ്രതിഫലം അമലിന് കിട്ടുന്നത് ഏതോ ആ രാത്രി തന്നെയാണ്. മനസ്സിലായില്ലേ? ലൈലത്തുൽ ഖദ്ർ. അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ അള്ളാഹു അമലിന് കൂലിയ. പണം വേണ്ട സദഖക്ക് നബി മുഹമ്മദ് മുസ്തഫ. സമ്പന്നതയുടെയും അപ്പുറത്തെ ഭാവനയിലാണ് സദഖ. എപ്പോഴും മുകളിലെ കയ്യിലാണ് അള്ളാഹു ഖൈർ കൊടുക്ക എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുകളിലെ കൈക്കാണ് അള്ളാഹു ഖൈർ കൊടുക്ക. എന്തുട്ടയും മുകളിലെ കൈ. ഒരാൾ കൊടുക്കുമ്പോ മുകളിലെ ഈ കൈ വരാം. വാങ്ങുന്ന ആളുടെ കൈ എവിടെ ആയിരിക്കും? താഴെ. മുകളിലെ കയ്യിലാണ് അള്ളാഹു ഖൈർ വെച്ചിരിക്ക നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു മുകളിലെ കൈയാക്കട്ടെ. ആമീൻ മാത്രം പോരാ, കൈ മുകളിൽ കൊണ്ടുവരാൻ വേണം. മുകളിലെ കയ്യിലായപ്പോഴും ഖൈർ ഉണ്ടാവാ. ഇത് കൊടുത്ത തീരില്ലേ? ഇത് ഖൈർ ഇങ്ങനെ ഉണ്ടാവും എന്നാണല്ലോ പറഞ്ഞത്, ഞാനല്ലല്ലോ പറഞ്ഞത്. മുകളിലെ കയ്യിലാണ് എപ്പോഴും ഖൈർ ഉണ്ടാവാ. അതുകൊണ്ട് കൈ മുകളിലേക്ക് കൊണ്ടുവരുന്നവൻ കുടുംബത്തിൽ നിന്നാവട്ടെ അതിന്റെ തുടക്കം. നബിയുനാ റസൂലുള്ളാഹി കൈ മുകളിൽ വെക്കുമ്പോൾ താഴെ വരുന്ന കൈ കുടുംബക്കാരന്റെ ആവട്ടെ, അവിടം കൊണ്ട് തുടങ്ങണേ. എന്തൊരു വലിയ സദഖ. ഞാൻ പറയട്ടെ, ഏകദേശം 50,000 രൂപ വരും ഇപ്പോൾ 1 പവൻ സ്വർണം പണിക്കൂലി ഉൾപ്പെടെ ഏകദേശം. ഇത് നമുക്ക് ഒരു സേവിങ്ങും കൂടി ആക്കാം. എന്നാൽ ഈ 50,000 സദഖ കൊടുത്ത കൂലിയും കിട്ടും. എന്ത് ചെയ്താൽ മതി? വെഡിങ് ആനിവേഴ്സറിക്ക് 1 പവന്റെ ഒരു റിങ് വാങ്ങിയിട്ട് ബിസ്മില്ലാ ഇരിക്കട്ടെ. അപ്പൊ തുറിച്ചിങ്ങനെ നോക്കും. എന്തേ? ഒരുപാട് കൊണ്ടേ വിറ്റതല്ലേ, എന്നിട്ട് ഇതോ ഉള്ളൂന്ന് ഒരു പക്ഷെ ചോദിക്കും. എന്നാലും കുഴപ്പമില്ല, നല്ല നെയ്യത്തില് ഇത് ഇരിക്കട്ടെ, ബിസ്മില്ലാ, വെഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ വരുന്നത്, ഇരിക്കട്ടെ. 1 പവൻ സ്വതക്കായിട്ട് അങ്ങ് കൊടുത്തു. സ്നേഹവും ഉണ്ടാവും. തഹാബു തഹാദു.
പരസ്പരം ഹദിയ കൊടുക്കുമ്പോ സ്നേഹം കൂടുമെന്ന് പുണ്യനബി. പരസ്പരം നല്ലതാണ്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഗിഫ്റ്റ് കൊടുക്കുന്നു, അതുപോലെ തന്നെ പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കുന്നു. ലോൺ എടുത്തിട്ട് വേണ്ട കേട്ടോ, അല്ലാത്തത് കൊടുക്കണം പരസ്പരം. അത് നല്ലതാണ്. വരുമാനം, പെണ്ണുങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച്, വരുമാനം ഇല്ലാതിരിക്കുന്നില്ല, അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു പരസ്പരം സ്നേഹം, അതൊരു സദഖയാണ്. അപ്പൊ കൊടുക്കുമ്പോ ആദ്യം കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സാധാരണ സദഖക്ക് ഒരു സദഖയുടെ കൂലിയ അസ്സദഖതു അലൽ മിസ്കീനി സദഖ. തുർമുദി അസ്സദഖതു അലൽ മിസ്കീനി സദഖ. ഒരു മിസ്കീന് നമ്മൾ സദഖ ചെയ്യുമ്പോൾ അവൻ ഒരു അന്യനാണ് എങ്കിൽ ഒരു സദഖയുടെ കൂലിയാണ് എങ്കിൽ തന്റെ കുടുംബക്കാരനാണ് ആ മിസ്കീനെങ്കിൽ 2 സദഖയുടെ കൂലിയാണ്. 1 സദഖയുടെ കൂലിയും രണ്ടാമത്തേത് വസില, കുടുംബ ബന്ധം ചേർത്ത കൂലി. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ.